ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സുടുമോനൂടെ ഉണ്ട് കേട്ടോ. സുടുമോൻ നല്ല ചുള്ളാപ്പിക്കായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മയുടെ അടുത്ത് ചെറിയ കുറുമ്പുകളൊക്കെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോ രാവിലെ നല്ല മഴയായിട്ട് ഞാൻ ഒരു ചെറിയ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊടയും പിടിച്ച് ഞങ്ങള് മുറ്റത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പൊ അതൊരു അത്രയും കഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്, ആ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സുടുമോന് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പേടി എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സുടുമോക്ക് അറിയും അലർജിക്ക്. പക്ഷെ സുടുമോന് ബ്രെയിനിലൊരു വൈബ്രേഷൻ വരുന്നുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. ചില സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ വൈബ്രേഷൻ വരുന്നത്. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുമ്പോൾ ഒരു മനുഷ്യന് എങ്ങനെയാ വരാം. അപ്പൊ ആ ഒരു ചില സൗണ്ടുകൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോ ഈ സൗണ്ട് പെട്ടെന്ന് മഴയുടെ ഒരമാനം സൗണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് കരയാണ് ചെയ്യണത്, ഒച്ചെടുക്കാണ് സുടുമോൻ ചെയ്യണത്. അപ്പൊ അവന് പറ്റണില്ല അത്. അപ്പൊ അങ്ങനെ വല്ലാണ്ട് കരച്ചിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീൽ ചെയറിലൊന്ന് എലിട്ട് ഉന്തി കൊണ്ട് ഇങ്ങനെ നടക്കൂട്ടെ. അപ്പൊ അമ്മ എന്നിട്ട് പറയണെന്ന് നോക്കിയിട്ട് ചിരിക്കണതാണ് കേട്ടാ. എന്തിയേ എന്റെ മോനോടൊന്നും പറയണില്ലല്ലോ. അമ്മ അങ്ങനെ വാത്തോരാണ്ട് സംസാരിക്കാണല്ലോ. എന്തിയേ ചക്കരമുത്തിനോടൊന്നും സംസാരിക്കണില്ലേ അമ്മ ഒന്നും സംസാരിക്കണില്ലേ? ഇല്ലേ, അമ്മയുടെ പൊന്നിനോടൊന്നും സംസാരിക്കണില്ല. എന്നതൊക്കെ ചുണ്ടു പിച്ചൊക്കെ നോക്കിയേ. അമ്മയുടെ പൊന്നിനെ ബാക്കിലിരുത്തിട്ട് അമ്മ ഒന്നും മിണ്ടണില്ലാന്ന്. കൊച്ചിനെ ഫ്രണ്ടിലിരുത്തിട്ട് കൊച്ചിനെ കൊണ്ടുവന്ന് കൊച്ചിനെ ബാക്കിലിരുത്തണ്. കൊച്ചിനൊരു ബോളും കളിക്കാൻ കൊടുത്തിട്ട് ബാക്കിൽ കൊണ്ടിരുത്തിയേക്കണ്. ബോൾ എവിടെയാ? പൊന്നിന്റെ ബോൾ എന്തിയേ? അതിപ്പോ ഞാൻ അങ്ങനെ സംസാരിക്കുന്നതാണ് കേട്ടോ. അവനോട് അവന്റേതായ കുഞ്ഞു പിള്ളേരുകളുടെ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല മാറ്റങ്ങളൊക്കെ വരുന്നതാണ് പറയണത്. പക്ഷെ എന്റെ സുടുമോന് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ 12 വയസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിലും 1 വയസ്സായ കുഞ്ഞുങ്ങളുടെ അറിവൊക്കെയാണ് സുടുമോന് സംബന്ധിച്ചുള്ളൂ. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് വേണം അവരോട് നിൽക്കാനും അപ്പോ നമ്മളെ താലോലിക്കാനും കേട്ടിട്ട്. അതേ കണ്ട അവരുടെ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് അവർക്കത് ഭയങ്കര ഒരു ഇതാണ്. നമ്മളെങ്ങനെ തല്ലിയും ഇങ്ങനെ എന്താ പറയാ മുടിയൊക്കെ പിടിച്ച് വലിച്ചും ഇങ്ങനെയൊക്കെയാണ് ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇതൊക്കെയാണ് അവരുടെ സ്നേഹം കേട്ടോ. ഭയങ്കര സ്നേഹമാണ് സുടുമോന്. അത് ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഞാൻ കാണുന്നതാണ്. എന്നെ ഇങ്ങനെയൊക്കെ അടിച്ചിട്ടാണ് ഈ സ്നേഹം കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഭയങ്കര വല്ലാണ്ട് സ്നേഹം കൊടുക്കും. പിന്നെ ഇങ്ങനെ ഉമ്മ വെച്ചോണ്ടിരിക്കരുത്, നേരെ ഫുള്ള് ഉമ്മ വെക്കും. അതെനിക്ക് ഒരു ദിവസം എത്ര കിട്ടണമെന്നൊന്നും പറയാൻ പറ്റില്ല. അവനങ്ങനെ ഉമ്മ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരും, ചുണ്ടു കൊണ്ട് വെക്കൂട്ടാ. അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര ഒരു വിഷമാണ്. പിന്നെ ഇതിപ്പോ ഈ ബോൾ തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കുന്നതാണ് കേട്ടോ. നോക്കി